യെസ് റൈറ്റ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഹലോ. Okay. Right. So based on that, we will be learning the failure of riveted joints. Right. Okay. Now, നമുക്കൊരു സിമ്പിൾ റിവറ്റഡ് ജോയിന്റ്, ഒരു സിമ്പിൾ ലാബ് ജോയിന്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയൊക്കെ ഫെയിൽ ആവും. ഓക്കെ. അതിനൊരു ടോപ്പ് വ്യൂ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. അതിന്റെ ലാബ് ജോയിന്റ് ആണ് വരയ്ക്കുന്നെങ്കിൽ ഇതിന്റെ മുകളിൽ ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് ജോയിന്റ് ഒരു ഡിഫറെന്റ് കളറിൽ നോക്കാം. ഓക്കെ. അതിന്റെ മുകളിൽ ഒരു സെക്കൻഡ് ജോയിന്റ്. റൈറ്റ്. ഇതില് there will be number of rivets, right? Right. ഇതാണ് ഇതിന്റെ എൻഡ് പോയിന്റ്. റൈറ്റ്. നൗ ഇത് എങ്ങനെയൊക്കെ ഫെയിൽ ആവും? നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കിയാലോ ഇത് എങ്ങനെയൊക്കെ ഫെയിൽ ആവും? എങ്ങനെയൊക്കെ ഇത് ഫെയിൽ ആവും? ഇതിൽ ലോഡ് ആക്ട് ചെയ്യുന്ന രണ്ട് തരത്തിലായിരിക്കും അല്ലെ. ഇപ്പം ഒരു എന്താ പറയാ, ഒരു ബോയിലർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ബോയിലറിന്റെ കേസിലാണ് നോർമലി റിവറ്റിംഗ് കാര്യമായിട്ട് ഉണ്ടാവുന്നത് അല്ലെ, ലീക്ക് പ്രൂഫ് ജോയിന്റ്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബോയിലറിന്റെ കേസിൽ നമുക്കറിയാം ഒരു അകത്ത് ഹൈ ഹീറ്റ് ജനറേഷൻ ഉണ്ട്, ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിന്റെ കേസിലൊക്കെ ഉണ്ടാവുന്ന പ്രഷർ ആണ് അല്ലെ, ഒരു ഈക്വൽ പ്രഷർ ആണ് എല്ലാ ഡയറക്ഷനും ഉണ്ടാവും. ഇതിന്റെ കേസിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. ഒന്ന് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സസും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് റേഡിയൽ സ്ട്രെസ്സസും ഉണ്ടാവും. ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ആണ് ഒരു സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. എന്ന് വെച്ചാൽ ഇൻ ഷോർട്ട് നമുക്ക് പറയാം, ഇതിനെ രണ്ട് സൈഡായിട്ട് നിന്ന് പിടിച്ച് വലിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതെ. സോ ഇങ്ങനെ ഒരു ലോഡ് പി ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതെ. അങ്ങനെയാണെങ്കിൽ ഇത് മെറ്റീരിയൽ എങ്ങനെയൊക്കെ ഫെയിൽ ആവാം? എന്തൊക്കെയാണ് പോസിബിൾ വേസ് ഇൻ വിച്ച് ദ റിവറ്റ് ക്യാൻ ഫെയിൽ? എങ്ങനെയായിരിക്കും? ഷിയർ ആയിട്ട് പോകാം. അതെ, വളരെ. കാരണം രണ്ട് പീസാണ്, അങ്ങ് ചെത്തി അങ്ങ് രണ്ട് പീസ് അങ്ങനെ അങ്ങ് പോവാം. റൈറ്റ്. അതൊരു പോസിബിൾ വേ ആണ്. വൺ ഇസ് ഷിയറിംഗ് ഓഫ് റിവറ്റ്സ് അല്ലെ, ഷിയറിംഗ് ഓഫ് റിവറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ് വൺ, അടുത്ത് എന്തായിരിക്കും? വെലിഞ്ഞു പൊട്ടാം. അതെ, അത് എങ്ങനെ? ഓക്കെ. ഏതാണ്ട് നീ ഉദ്ദേശിച്ചത് എന്താ ഞാൻ പറയാം. ഓക്കെ. വേറെ ഒന്നും കൊണ്ടാ? പറഞ്ഞോ, ഒന്നുകൂടെ പറ. ഹോള് മാത്രം ഹോള് മാത്രം വലിഞ്ഞിട്ട് അങ്ങ് പൊട്ടുന്നു അല്ലെ. യെസ്, എക്സാക്ട്ലി അല്ലെ. എന്ന് വെച്ചാൽ ഇവൻ ഉദ്ദേശിച്ച വെച്ചാല് ഇത് രണ്ടും കൂടെ അങ്ങ് വലിഞ്ഞ് രണ്ടും അങ്ങ് ജോയിൻ ആയിട്ട് പൊട്ടുന്നതായിരിക്കും അല്ലെ. വലിയുമ്പോ അവിടെ ക്രാക്ക് ഫോം ചെയ്യും. ക്രാക്ക് ഫോം ചെയ്യുമ്പോൾ രണ്ട് ഹോളായിട്ട് ജോയിൻ ആയിട്ട് അങ്ങനെ ബ്രേക്ക് ആവും. അതാണ് ഒരു പോസിബിൾ വേ. റൈറ്റ്. ഓക്കെ. സോ ഏതാണ് നിങ്ങൾ ഊഹിച്ചെല്ലാം കറക്റ്റ് ആണ്. ഇതൊക്കെ തന്നെയാണ് മെറ്റീരിയൽ ഫെയിൽ ആവുന്ന കണ്ടീഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇൻ ഡെപ്ത് ഓരോ 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് one, second one. Right. Now, see, the first possible way in which it fails is, നമുക്ക് simple case വരാം. See, there can be tearing of plate. Okay, tearing from, see, ഈ ഹോളിന്ന് ഈ എൻഡിലേക്കുള്ള, കാരണം ഈ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ദിസ് ക്യാൻ ടിയർ ഓഫ്. ഓക്കെ, ഇങ്ങനെ ഒരു ടിയർ ഓഫ് നടക്കാം. ഓക്കെ, ഫസ്റ്റ് പോസിബിൾ വേ. സോ ദിസ് ഇസ് എ ഫസ്റ്റ് പോസിബിൾ വേ. സെക്കൻഡ് കേസ് ഇപ്പൊ ജിഷ്ണു പറഞ്ഞ പോലെ എന്താ, രണ്ട് റിവറ്റഡ് ഹോളും തമ്മിൽ ജോയിൻ ആയി പോവാം. അവിടെ ക്രാക്ക് ഫോം ചെയ്തിട്ട് അവിടെ ബ്രേക്ക് ആവും. സെക്കൻഡ് പോസിബിൾ വേ. തേർഡ് പോസിബിൾ വേ ഇതാണ് സെക്കൻഡ് പോസിബിൾ വേ. ആൻഡ് ദ തേർഡ് പോസിബിൾ വേ ഇസ് ദ ഷിയറിംഗ് ഓഫ് റിവറ്റ്സ്. ഓക്കെ, രണ്ട് പീസായിട്ട് അങ്ങ് ചെത്തി അങ്ങോട്ട് പോകും. ഓക്കെ, അതാണ് അടുത്ത. ടോപ്പ് റിവറ്റിന്റെ ടോപ്പ് പോർഷൻ ഒരു ഭാഗത്തും റിവറ്റിന്റെ ബോട്ടം പോർഷൻ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ രണ്ട് പീസായിട്ട് അങ്ങനെ പോകും. അതാണ് അടുത്തൊരു പോസിബിലിറ്റി. ആൻഡ് ദ ഫോർത്ത് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു സൗരവ് ഏതാണ്ട് അതുപോലെയാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. ക്രഷ് ചെയ്തിട്ട് ബ്രേക്ക് ആവാം. കാരണം നമ്മൾ രണ്ട് സൈഡിലും ഒരു സർക്കിളിനെ നമ്മൾ രണ്ട് സൈഡിലും പിടിച്ച് വലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ സർക്കിൾ ഇങ്ങനെ വലിഞ്ഞിട്ട് ഒരു എലിപ്സ് ഫോമിലേക്ക് വരും അല്ലെ, ഇങ്ങനെ വലിയും. അപ്പൊ എന്താവും, ഇതിന്റെ അകത്ത് നമ്മൾ ശരിക്ക് ഒരു റിവറ്റ് ആണ് ഉള്ളത് അല്ലെ, ഒരു സോളിഡ് റിവറ്റ് അതിന്റെ അകത്തുണ്ട്. റിവറ്റിന് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അത് ക്രഷ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഇനീഷ്യലി റിവറ്റ് ഉണ്ടാവുമെങ്കിൽ ഇത് വലിയുന്ന സമയത്ത് ഹോള് വലിയുന്ന സമയത്ത് സെന്റർ പോർഷനിൽ ഒരു ക്രഷിംഗ് അനുഭവപ്പെടും. ഡ്യൂ ടു ദാറ്റ് ക്രഷിംഗ് ദ റിവറ്റ് ക്യാൻ ഫെയിൽ. ഓക്കെ. സോ ദീസ് ആർ ദ പോസിബിൾ വേസ്. നമ്മൾ തന്നെ നോക്കണം ഇത് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഇതിൽ നോക്കുന്നതെന്നാണ്.
Right. So these are the four major possibilities in which a failure of a rivet can happen. Okay. So the first one, we'll see that in detail. The first one, one second. Okay. So the first possible way is the tearing of plate at the edge. Okay. The first point, the first way, note cheyanam, there is a tearing of plate at an edge. Tearing of plate at an edge. Okay. So from the first figure, you can see that. See here in the first figure, you can see how this happens. അല്ലേ കാരണം ഈ ഒരു ഡിസ്റ്റൻസ് end point it can tear off, and that tearing off can meet this rivet. Okay, അങ്ങനെ ആകുമ്പോൾ that rivet will fail. Okay, that is the first possible way. Now ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് ബേസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, so you must take your m is equal to m എന്ന് പറഞ്ഞാൽ മാർജിനൽ പിച്ച് ആണ് അല്ലെ. m is your marginal pitch. This is your marginal pitch. Okay, so to prevent such failure, you have to take your marginal pitch m is equal to 1.5 d. Okay, 1.5 times the diameter. Right. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫെയിലിയർ. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. മാർജിൻ m is equal to 1.5 d, where d is the diameter of the rivet. D is the diameter of the rivet. Okay. Now the second possibility in which it can fail is this one. Okay. ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം, ഒരു 3-dimensional ഫിഗർ ഇതിന്റെ ഉണ്ടാവണം. ഇതിപ്പോ എങ്ങനെയാണ് ടിയർ ഓഫ് ആയി പോകുന്നത് എന്നുള്ളതിന്റെ ഒരു കാരണം ഒരു സെക്കൻഡ്. Right. Okay. So the second case is this one. Okay. First one was tearing of plate at the edge. The second case is the tearing of plate across the rows of rivets. Across the rows of rivets. Okay. എന്ന് വെച്ചാൽ between two rivets, രണ്ട് rivet holes തമ്മിൽ join ആയി പോകുന്ന കേസാണ് രണ്ടാമത്തെ കേസ്. Right. Now ഇതിന്റെ കേസിൽ ദ ടിയറിംഗ് ലോഡ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ കേസിൽ നമുക്ക് പറയാം മിനിമം എത്ര ഡിസ്റ്റൻസ് വെക്കണം. സെക്കൻഡ് കേസ് തൊട്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല മിനിമം എത്ര ഡിസ്റ്റൻസ് വെക്കണം എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം നമുക്ക് അത് ഒരുപാട് അപ്ലിക്കേഷൻസിലേക്ക് വരും. ഇപ്പൊ പിന്നെ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു അതിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഹൗ ഡു യു പ്രിവെന്റ് ദിസ് വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി യു കൻ ഇൻ ടേംസ് ഓഫ് ലോഡ് നമുക്ക് പറയാം. ഓക്കെ, സി ഇഫ് ദ ലോഡ് external load P, like P is external load. If the external load applied is less than the tearing load, let that be PT. Okay, if it is less than the tearing load, we can say that this riveted arrangement is safe. Okay, so അങ്ങനെയാണെങ്കിൽ how do you define this tearing load PT? Okay, എത്ര ലോഡ് വരെ മാക്സിമം എനിക്ക് എത്ര ലോഡ് വരെ അവിടെ അപ്ലൈ ചെയ്യാം such that it does not fail. Okay, so we are going to find out the tearing load PT. Okay, so we are going to find out the tearing load PT. Right. So നമുക്കറിയാം ലോഡ് എന്ന് പറയുന്നത്, ലോഡ് PT എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി സ്ട്രെസ് ഇൻടു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അല്ലെ. സ്ട്രെസ് ഇൻടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ. അല്ലെ. നൗ ഹിയർ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, വി ആർ ടേക്കിംഗ് ദ, ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഇറ്റ്സ് എ ടിയറിംഗ് ഏരിയ. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഈ സ്ട്രെസ് ഇൻടു ടിയറിംഗ് ഏരിയ. റൈറ്റ്, ടിയറിംഗ് സ്ട്രെസ് ഇൻടു അല്ലെങ്കിൽ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, ദിസ് ഇസ് സിഗ്മ ടി. Sigma T is the permissible tensile stress into the tearing area. Right, so pure PT is this one. Right, now tearing area എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ടിയറിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ 3-dimensional ആക്കുകയാണെങ്കിൽ ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിരിക്കും ഇവിടെ ടിയർ ആയി പോകുന്നത് അല്ലെ. ഇതുപോലൊരു സെക്ഷൻ ആണ് ഇവിടെ കട്ടായി പോവാ, ശരിയല്ലേ? അത് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ അതിന്റെ ഒരു 3-dimensional ഫിഗർ മനസ്സിലുണ്ടാവണം. അത് ഒരു റെക്ടാംഗിൾ ബ്ലോക്ക് ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ട് കട്ടായി പോകണമെങ്കിൽ എന്താണ്, ഈ രണ്ട് പോയിന്റ് തമ്മിലാണ് ജോയിന്റ് ആവുന്നത്.
ത്രൂ ഔട്ട് അതിനൊരു ഒരു ഡെപ്ത് ഉണ്ട് അല്ലെ, ഇതാണ് അല്ലെ വിത്ത് ഡെപ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ ടിയർ ആയിട്ട് പോകുന്ന ഒരു ഏരിയ. ഇത് ഉള്ളിലേക്കാണ് വരക്കുന്നത്, ഉള്ളിലേക്കാണ്. So in that case, let T be the thickness of this plate. Okay, if T is the thickness of the plate, let T be the thickness of plate. Okay, if T is the thickness of the plate, നമുക്ക് പറയാം your tearing area AT is nothing but P minus D into T ആണെന്ന് പറയാം അല്ലെ. P ആണ് ഇവിടുത്തെ പിച്ച്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഇവിടെ പിച്ച് ആണ്, ഡയമീറ്റർ ഇതാണ് എന്ന് വെച്ചാൽ ഇത് D/2, ഈ പോർഷനും D/2. So that means ഇതുവരെയുള്ള ഡിസ്റ്റൻസ് is D, right? So ഈ end to end distance is P minus D. Okay, so your tearing area is equal to P minus D into T ആണെന്ന് കിട്ടും, right? So therefore your PT is nothing but sigma T into P minus D into T. So this is a equation for a tearing load. Okay, this is the equation for the final equation for the tearing load, right? അത് നോട്ട് ചെയ്യാം, equation for the tearing load, P minus D into T. Clear ആണോ ഇതുവരെ? ആണോ? കണക്ഷൻ പോയിട്ടില്ല. ഹലോ, സ്ക്രീൻഷോട്ട് എടുക്കണം, എടുക്കാം. നോട്ട് ചെയ്യണേ, കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അത്? ഇല്ല. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം, വിച്ച് ഇസ് ദ ഷിയറിംഗ് അല്ലെ. അപ്പൊ നമ്മൾ രണ്ട് കേസസ് നോക്കി, 4 പോസിബിൾ കേസസ് ഓഫ് ഫെയിലിയേഴ്സ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് കേസ് എഡ്ജിലുള്ള ടിയറിംഗ് ആണ്, അത് നമുക്ക് മാർജിനൽ പിച്ച് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ അവോയ്ഡ് ദാറ്റ്, റൈറ്റ്. സെക്കൻഡ് കേസ് ആണ് ടിയറിംഗ് ആയിരുന്നു, രണ്ട് തമ്മിലുള്ള ടിയറിംഗ് ആയിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ മീനിങ് ദ ലോഡ് ഇക്വേഷൻ, റൈറ്റ്. യു പി ടി ലോഡ് ഇസ് ഈക്വൽ ടു ദിസ് വൺ, റൈറ്റ്. പി മൈനസ് ഡി ഇൻറ്റു ഈ ഇക്വേഷൻ ഒന്നും ബേസിക്കലി അങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. Okay, so this is equal to sigma T into P minus D into dt, where sigma T is the permissible stress, P is the pitch, T is the thickness. So P is your pitch. Okay, P is the pitch, T is the thickness, and D is the diameter of the rivet, right? Now the third case is your failure by shear, right? Shearing of the rivets. Okay, shearing of the rivets. Okay, right. ഇതാണ് 3 ഡിഫറെന്റ് കേസസ്. ഒന്ന്, ഇത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ലാബ് ജോയിന്റിന്റെ കേസാണ്. സെക്കൻഡ് നമ്മൾ ഷിയറിംഗ് ഓഫ് റിവറ്റ് ഇൻ എ സിംഗിൾ കവർ ബഡ് ജോയിന്റ്. ഓക്കെ, സിംഗിൾ കവർ ബഡ് ജോയിന്റ് കേസ്. സിമിലർലി തേർഡ് കേസ് ഫോർ എ ഡബിൾ കവർ ബഡ് സ്ട്രാപ്പ്. ഓക്കെ, എന്നുവെച്ചാൽ സിംഗിൾ കവർ ബഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിന്റെ മുകളിൽ ഒരു സിംഗിൾ ഷീറ്റ് മാത്രം ബഡ് സ്ട്രാപ്പ് വെക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് യുവർ ബഡ് സ്ട്രാപ്പ്. ഓക്കെ, ഇറ്റ് ഇസ് യുവർ ബഡ് സ്ട്രാപ്പ്. സിമിലർലി സെക്കൻഡ് കേസ് പറഞ്ഞാൽ ഡബിൾ കവർ ബഡ് സ്ട്രാപ്പ് ആണ്, മുകളിലും താഴെയും ബഡ് സ്ട്രാപ്പ് വെച്ചിട്ട് അതിന് റിവേറ്റഡ് ജോയിന്റ് അടിക്കുന്ന കേസാണ്, റൈറ്റ്. സോ ഇൻ ജനറൽ നമുക്ക് യുവർ ഷിയറിംഗിന്റെ കേസ് നോക്കാം. സോ ഷിയറിംഗിന്റെ കേസിലും ദിസ് വിൽ ബി സേഫ് when your external load, if the external load applied is less than the shearing load, then this will be safe. Sorry, this is safe. ഏറ്റവും ഫണ്ടമെന്റൽ കാര്യം എത്രേ ഉള്ളൂ, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന എക്സ്റ്റേണൽ ലോഡ് റിവറ്റിന്റെ റിവറ്റിന് താങ്ങാൻ പറ്റാവുന്ന ഷിയറിംഗ് ലോഡിനെക്കാളും താഴെയാണെങ്കിൽ then that is safe, right? So then the obvious question is, what is the shearing load? അല്ലെ, എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഷിയറിംഗ് ലോഡ് കാണാം, right? Now shearing load PS is equal to same case തന്നെ, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എന്താണ് ഷിയറിംഗ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് എന്താണ് ഫെയിലിയർ അല്ലെ, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓർ ഏരിയ വേർ ദ ഫെയിലിയർ occurs. ഓക്കെ, സോ ഈ ഒരു കേസിൽ ദ ഫെയിലിയർ ഈസ് ഒക്കറിംഗ് along ദിസ് ക്രോസ് സെക്ഷൻ അല്ലെ, റിവറ്റിന്റെ ക്രോസ് സെക്ഷനിലാണ് ഈ ഫെയിലിയർ നടക്കുന്നത്. അത് അവിടെ നിന്ന് രണ്ട് പീസായിട്ട് പോകുന്നത്, റൈറ്റ്. സോ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഫോർ ദിസ് കണ്ടീഷൻ ഇസ് എ ക്രോസ് സെക്ഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, നത്തിങ് ബട്ട് π/4 d square, where d is the diameter of the rivet.
diameter of the rivet. So in that case, your PS is nothing but tau into pi by 4 d square. Right? Tau into pi by 4 d square, where tau is the permissible shear stress. ഇത് പല രീതിയിലുള്ള നൊട്ടേഷൻസ് കാണാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ. ചിലപ്പോൾ സിഗ്മ എസ് എന്ന് കാണാം. അൾട്ടിമേറ്റ്ലി അവിടെ മനസ്സിലാക്കേണ്ടത് അത് ഷിയർ സ്ട്രെസ് ആണെന്നുള്ളതാണ്. ഷിയറിംഗ് ഫെയിലിയർ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാവും ഇൻറ്റു ദ ക്രോസ് സെക്ഷൻ ഏരിയ. റൈറ്റ്. സോ ടോ ഇൻറ്റു പൈ ബൈ 4 d square is for the second case. Right. Now, it is for a single shear condition. Right. It is for a single shear condition. But on the case, it is for a single. Sorry. So PS is equal to tau into pi by 4 d square. It is for a single shear condition. Single shear condition, right? So ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ we have different conditions like for example നമുക്ക് ഒരു ലാബ് ജോയിന്റ് എടുക്കാം. Okay. ഒരു സിമ്പിൾ ലാബ് ജോയിന്റ് എടുക്കുകയാണ്. ഇതില് ഒരു 1 റോ ഓഫ് റിവറ്റ്സ് മാത്രമാണെങ്കിൽ ഇത് സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ ആണ്. സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ ആണ്. റൈറ്റ്. നൗ ഇതില് ഒരു റോ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡ് റോ, ഇതിപ്പോ ഒരു ഡബിൾ റിവറ്റഡ് കണ്ടീഷൻ ആയി. 2 റോ ഓഫ് റിവറ്റ്സ് വന്നു. റൈറ്റ്. അപ്പൊ ഇത് അലോങ് ദ സ്ട്രേറ്റ്, രണ്ടും സെയിം ലൈനിലാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ചെയിൻ റിവറ്റഡ് കണ്ടീഷൻ അല്ലെങ്കിൽ സിക്സാഗ് റിവറ്റഡ് കണ്ടീഷൻ. അങ്ങനെ 2 കണ്ടീഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്. നൗ ഇതില് പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി എസ് ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻറ്റു പൈ ബൈ 4 d സ്ക്വയർ ഇസ് ഫോർ എ സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ. കാരണം ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പൊ ഈ 2 റിവറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. റൈറ്റ്. റൈറ്റ്. നൗ നമുക്കിനി ഒരു ഡബിൾ റിവറ്റഡ് കണ്ടീഷനിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കാം. ഫോർ എ ഡബിൾ റിവറ്റഡ് കണ്ടീഷൻ, ഫോർ എ ഡബിൾ riveted condition, so your equation will become your PS is equal to n into tau into pi by 4 d square എന്ന് വരും. അപ്പൊ എന്തായിരിക്കും n? ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞ എന്തായിരിക്കും n? സോ ഇത് സെയിം ഇക്വേഷൻ തന്നെയാണ്. ഫോർ സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ യുവർ n വാസ് 1. ഓക്കെ. സോ ഇറ്റ് ഈസ് എ ജനറൽ ഇക്വേഷൻ. n എന്താണ് പറഞ്ഞോ? നമ്പർ ഓഫ് റിവറ്റ്. നമ്പർ ഓഫ് റിവറ്റ്സ് അല്ലെ? നമ്പർ ഓഫ് റിവറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ. ഒരു കണ്ടീഷൻ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം അല്ല. ഇതാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബാക്കി എല്ലാം ഇതിൽ സിമ്പിൾ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്പർ ഓഫ് റിവറ്റ് എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ള കേസിൽ മാത്രമാണ്. ഓക്കെ. അത് ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി തരാം. എന്നിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അപ്പൊ ഒന്നുകൂടെ പറയാം. പക്ഷെ ഇതിപ്പോ തന്നെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ. n എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് ലെങ്ത് ആണ്. പെർ പിച്ച് ലെങ്ത്. ഒരു ഫ്രഷ് പേജിൽ നോട്ട് ചെയ്യാം. ഓക്കെ. സോ n is equal to, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. യുവർ എന്താണ് പി എസ് ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻറ്റു പൈ ബൈ 4 d സ്ക്വയർ ആയിരുന്നു ഫോർ എ സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ. ഓക്കെ. നൗ സോ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ജനറലൈസ്ഡ് ഇക്വേഷൻ ഫോർ ദിസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ദിസ്. യുവർ പി എസ് ഇസ് ഈക്വൽ ടു n into tau into pi by 4 d square ആണ്. Right. So this is your generalized equation. Okay. Now your n value, your n here is actually number of rivets per pitch length. Okay. അപ്പൊ എങ്ങനെയാ നോക്കാം. നമുക്കൊരു ഒരു ലാബ് ജോയിന്റിന്റെ കേസ് ഒന്ന് വരച്ചു നോക്കാം. ലാബ് ജോയിന്റ്. ഓക്കെ. സോ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവുക. ഫസ്റ്റ് പ്ലേറ്റ് കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരക്കാണ്. സെക്കൻഡ് പ്ലേറ്റ്. റൈറ്റ്. നമുക്ക് ഇതിന്റെ സൈഡ് വ്യൂ വരക്കാം. ഇത്
ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്, റൈറ്റ്. നമുക്കൊരു ഒരു ലാബ് ജോയിനിലെ ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ എടുക്കാം. ഓക്കെ, ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ, റൈറ്റ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മള് പിന്നെ ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 റോയില് റിവേറ്റ്സ് വരുന്ന ഒരു കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റോ ഇതാണ് 1 2 3 4. ഓക്കെ, സെക്കൻഡ് റോ ഇതാണ് 1 2 3 4. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ ഉണ്ടാവും. ഫസ്റ്റ് റോയിലെ റിവറ്റും സെക്കൻഡ് റോയിലെ റിവറ്റും നമ്മൾ സൈഡ് വ്യൂല് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. റൈറ്റ്, ഇതാണ് അവസ്ഥ. ആൻഡ് ലോഡ് ഇങ്ങനെ ആയിരിക്കും ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. റൈറ്റ്, നൗ see your n value ഞാൻ എന്താ ഡിഫൈൻ ചെയ്ത് it is a number of rivets per piece. നമുക്ക് പിച്ച് ലെങ്ത് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. റൈറ്റ്, സോ 2 ഇതാണ് ഒരു പിച്ച് ലെങ്ത്. റൈറ്റ്, this is the pitch length. ഓക്കെ, കാരണം 2 സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പിച്ച് ലെങ്ത് ഡിഫൈൻ ചെയ്തത്. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച് ലെങ്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സർക്കിൾ ആൻഡ് this one is the second one, right? Now this is your pitch length p. Fine. Now see, നമ്മൾ ഡിഫൈൻ ചെയ്തെന്താ, നമ്പർ ഓഫ് റിവെറ്റ്സ് പെർ പീസ്. ഈ പിച്ച് ലെങ്ത്തിന്റെ അകത്ത് എത്ര റിവറ്റിന് എനിക്ക് കിട്ടുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ പിച്ച് ലെങ്ത്തിന്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഈ പിച്ച് ലെങ്ത്തിന്റെ അകത്ത് വരുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ഇതിന്റെ ബേസ് പോർഷൻ വരും അല്ലെ, ഈ ഒരു റിവറ്റിന്റെ ബേസ് പോർഷൻ. രണ്ടാമത്തെ റിവറ്റിന്റെ ബേസ് പോർഷൻ, ഈ റിവറ്റിന്റെ ബേസ് പോർഷൻ. ഒന്നുകൂടെ ക്ലിയർ ആവാൻ നമുക്ക് വേറൊരു കളർ എടുക്കാം. ഇതിന്റെ ബേസ് പോർഷൻ, ഇതിന്റെ ബേസ് പോർഷൻ, ഇതിന്റെ ബേസ് പോർഷൻ, ഇതിന്റെ ബേസ് പോർഷൻ. അപ്പൊ എത്ര? ഇത് അര 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 അര, മൊത്തത്ര യുവർ എൻ വാല്യൂ ഹിയർ. എൻ വാല്യൂ എത്രയായിരിക്കും? ഇതിന്റെ അര പ്ലസ് ഇതിന്റെ അര പ്ലസ് ഇതിന്റെ അര പ്ലസ് ഇതിന്റെ അര. അപ്പൊ എത്രയായിരിക്കും എൻ വാല്യൂ? 2. ഓക്കെ, കറക്റ്റ് ആണ് അല്ലെ. ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ ആയിരുന്നു, എനിക്ക് കിട്ടിയ എൻ വാല്യൂ 2 ആണ്. അപ്പൊ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും അപ്പൊ ഡബിൾ റിവേറ്റ് ആണ്, 2 ആണ്. ഞാനത് പിന്നെ ട്രിപ്പിൾ റിവേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും? ഇതേപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് റിവറ്റും കൂടെ ഇവിടെ വരികയാണെങ്കിൽ, 1 2 3 ആയിട്ട് വരികയാണെങ്കിൽ ട്രിപ്പിൾ റിവറ്റിന് എത്ര വരുമായിരുന്നു? 3 വരുമായിരുന്നു അല്ലെ. ആരെയും കൂടിയിട്ട് 3 വരും. കറക്റ്റ് ആണ്, ഫൈൻ. അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതില് നമ്മൾ വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട് അല്ലെ. വേറൊരു കണ്ടീഷൻ, ഇതിപ്പോ ഒരു കേസ്, ഒരു ടൈപ്പ്, ഇത് ചെയിൻഡ് റിവറ്റ് എന്ന് പറയും അല്ലെ. ചെയിൻഡ് റിവറ്റഡ് കണ്ടീഷൻ ആണ് ഇത്. Now similarly we have one more type of rivet. Yes, that is called zigzag riveted condition. Zigzag riveted conditionൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, സൈഡ് വ്യൂ ഒക്കെ സെയിം തന്നെ ആയിരിക്കും. സിക്സാഗ് റിവറ്റഡിന്റെ കണ്ടീഷനിലേക്ക് വരാം. സിക്സാഗ് റിവറ്റഡ് കണ്ടീഷനിലേക്ക് വന്നാല് സിക്സാഗിലും ചില കേസുകളിൽ സെയിം തന്നെ വരും. ഞാനിപ്പോ വരക്കാൻ പോകുന്ന കേസിൽ ഏതാണ്ട് സെയിം തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ സിക്സാഗ് റിവറ്റഡ് കണ്ടീഷന്റെ കേസിൽ യു ഹാവ് 1 2 3 and 4. ഓക്കെ, അതില് സിക്സാഗ് ആവുന്ന കേസിൽ ഒന്നിന്റെ സെന്ററിൽ മറ്റേ സെന്റർ, അടുത്ത സെന്റർ ഇത്. റൈറ്റ്, നൗ അഗൈൻ ബിറ്റ്വീൻ ദ പിച്ച് ലെങ്ത് ആണ് അല്ലെ, വിത്തിൻ ദ പിച്ച് ലെങ്ത്. നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ രസകരമായി തന്നെയാണ്. നോക്കാം, നമുക്കൊരു പിച്ച് ലെങ്ത് എടുക്കാം. 2 റിവറ്റ് തമ്മിലെ ഔട്ടർ റിവറ്റ് തമ്മിലെ പിച്ച് ലെങ്ത് എടുക്കാം. നൗ ദിസ് ഈസ് യുവർ പിച്ച് ലെങ്ത്. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം എന്താ വരാ. അപ്പൊ ഇതിന്റെ ഈ ഒരു പിച്ച് ലെങ്തിന്റെ അകത്ത് വരുന്നത് ഒന്ന് ഈ ഒരു കഷ്ണം അല്ലെ, ഈ ഒരു കഷ്ണം, ഈ ഒരു കഷ്ണം, പിന്നെ ഇതൊരു ഫുൾ പോർഷൻ അല്ലെ. അപ്പൊ ഇതെന്തായി? അര അര 1. എത്ര കിട്ടും? n equal to 2 തന്നെയാണ് അല്ലെ. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ 2 കണ്ടീഷൻ നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ യെസ്, ഡബിൾ റിവേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണും പൂട്ടി എന്നെ എടുത്തിട്ട് പോവാം എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എപ്പോഴാണ് വരിക, ഈ 2 കണ്ടീഷനിലും ഇതൊരു പ്രശ്നമേ അല്ല. ഓക്കെ, ഇത് എപ്പോഴാണ് പ്രശ്നമാവെന്ന് വെച്ചാല്, ചിലപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയും, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇതാണ് കണ്ടീഷൻ വരിക ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ: ദ ഔട്ടർ rivet pitch is
2 times the inner rivet. Okay, outer rivet pitch is equal to 2 times the inner rivet എന്നൊരു കണ്ടീഷൻ വരും. അങ്ങനെ ആകുമ്പോൾ കളി മാറും. എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇതാണ് കണ്ടീഷൻ. 1 2 3 സോറി 1 2 അടുത്ത കേസിൽ ഇവിടെ ഔട്ടർ 1 2 3 4 ഏതാണ്ട് ഇതുപോലെ വരും. റൈറ്റ്, ഔട്ടർ റിവറ്റ് പിച്ചസ് 2 times inner rivet, അതും സിക്സാക് കണ്ടീഷൻ ഒക്കെ ആയിട്ട് വരും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ പിച്ച് ലെങ്ത്. ഓക്കെ, ദിസ് ഈസ് യുവർ പിച്ച് ലെങ്ത്. ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ തന്നെയാണ്. ദിസ് ഈസ് യുവർ പിച്ച് ലെങ്ത്. വിത്തിൻ ദ പിച്ച് ലെങ്ത്തിന് എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര എൻ വാല്യൂ വരും വിത്തിൻ ദ പിച്ച് ലെങ്ത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ പ്ലസ് ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ പ്ലസ് ഇതിന്റെ ഒരു ഫുൾ പോർഷൻ പ്ലസ് ഇതിന്റെ ഒരു ഫുൾ പോർഷൻ. സോ ഇതിന്റെ കണ്ടീഷനിൽ ഔട്ടർ റിവറ്റ് പിച്ചസ് 2 times the inner rivet ആൻഡ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ സിക്സാക് ഫാഷൻ. ഓക്കെ, സിക്സാക് ഫാഷന്റെ കേസിലാണെങ്കിൽ എന്ത് വരും? ഇത് അര അര 1 പ്ലസ് 1 പ്ലസ് 1. ദാറ്റ് മീൻസ് your n value will be equal to 3 എന്ന് കിട്ടും ഫോർ എ ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഒരു പിന്നെ ഡബിൾ റിവേറ്റഡ് ട്രിപ്പിൾ റിവേറ്റ് എന്ന് പറയുമ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നമുക്ക് പറയരുത് യുവർ എൻ വാല്യൂ ഡബിൾ റിവേറ്റഡ് ആണെന്ന് പറയുമ്പോൾ എൻ വാല്യൂ 1 ആണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻ വാല്യൂ 2 ആണെന്നുള്ള രീതിയിൽ പോകരുത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റഫ് ആയിട്ട് ആ സ്കെച്ച് വരച്ചു നോക്കുക, എന്നിട്ട് ഉറപ്പിക്കുക വെദർ n is equal to 1 or n is equal to 2 or whatever it is. Okay, so depending upon that condition. No, similarly ഇപ്പം ഒരു സിംഗിൾ റിവേറ്റഡ് കണ്ടീഷൻ ആണ്, വേറെ ഒന്നും പറയാനില്ല. കാരണം സിംഗിൾ റിവേറ്റഡ് ആണ് വിത്തിൻ ദ പിച്ച് അല്ല. ഒരു ഇപ്പൊ ഇവിടെ റിവേറ്റ് ഇല്ല, സിംഗിൾ റിവേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇതൊരു ഹാഫ് പോർഷൻ ഇതൊരു ഹാഫ് പോർഷൻ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് ഒറ്റ റിവേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ല എടുക്കുന്നത്. ഇതിന്റെ ഹാഫ് പോർഷൻ ഇതിന്റെ ഹാഫ് പോർഷൻ വിത്തിൻ ദ പിച്ച്. Okay, so that means your n value is equal to 1 for single riveted condition. Double riveted ആകുമ്പോൾ അതിനനുസരിച്ച്, triple riveted ആകുമ്പോൾ അതിനനുസരിച്ച് directly n എടുക്കരുത്. Depending upon the condition you have to select the value of n. Okay, because n is defined clearly. എങ്ങനെയാ? n is equal to the number of rivets per pitch length. Okay, ഇതാണ് പ്രോബ്ലത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പുറത്തെ സൈഡ് മാത്രം പിച്ച് എടുക്കുന്നത്, അപ്പുറത്തെ പിച്ച് എടുക്കുന്നത്. നമ്മൾ ഔട്ടർ പിച്ച് എടുക്കും. ഇപ്പൊ ട്രിപ്പിൾ, ഇപ്പൊ ഞാൻ ഒരു സാമ്പിൾ കേസ് ആയിട്ട് തന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് പിന്നെ ട്രിപ്പിൾ റിവേറ്റഡ് കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഔട്ടർ പിച്ചാണ് എടുക്കാം. കാരണം ഔട്ടറിലാണ് നമ്മളെ എന്താണ് ടുവേഴ്സ് എൻഡിന് ക്ലോസ് ആയതുകൊണ്ട് ആ ഒരു പോയിന്റിലാണ് ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ വരിക. കാരണം എന്താണ്, ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എഫക്ട് അല്ലെങ്കിൽ അതിന്റെ ലോഡിന്റെ ഏറ്റവും കൂടുതൽ എഫക്ട് വരുന്നത് ഈ ഔട്ടർ റിവേറ്റ്സിലേക്കാണ്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നർ റിവേറ്റ് ബ്രേക്ക് ആവുള്ളൂ. ശരിയല്ലേ? ഔട്ടർ പിച്ച് ബേസ് ചെയ്തിട്ടാണ് അത് എടുക്കുക. ഫൈൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് കാര്യം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, കാരണം എനിക്കിത് മായ്ക്കേണ്ടി വരും. സോ ദിസ് ഈസ് യുവർ നെക്സ്റ്റ് കണ്ടീഷൻ. കഴിഞ്ഞില്ല, ഈ കണ്ടീഷനിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ ഫോർ എ സിംഗിൾ ഫസ്റ്റ് കേസ് ഫോർ എ ലാബ് ജോയിന്റ് കേസ് വന്നു. നൗ ഇഫ് ഇറ്റ്സ് എ ബഡ് ജോയിന്റ്. ഓക്കെ, ബഡ് ജോയിന്റ് ആണെങ്കിൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരും നോക്കാം. ഒരു സെക്കൻഡ് നോക്കാം. ഇതില് ഓക്കെ, ബഡ് ജോയിന്റ് വരുന്ന സമയത്ത് ഇതില് സിംഗിൾ സ്ട്രാപ്പും ഡബിൾ സ്ട്രാപ്പും ഉണ്ട്. ഓക്കെ, സിംഗിൾ സ്ട്രാപ്പിന്റെ കണ്ടീഷനിൽ സെയിം തന്നെയാണ്. നമ്മൾ ഇപ്പൊ നോക്കി അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ പോവുക. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ഡബിൾ സ്ട്രാപ്പ് കണ്ടീഷൻ, സോ സിംഗിൾ സ്ട്രാപ്പിന്റെ കേസിൽ നമ്മൾ പിന്നെ എന്താ പറയാ, സ്ട്രാപ്പിൽ 2 വരുമെങ്കിലും ഫോർ എ പെർട്ടിക്കുലർ പാർട്ടിൽ ദർ വിൽ ബി ഓൺലി 1. റൈറ്റ്, സോ അത് ബേസ് ചെയ്ത് അത് പ്രോബ്ലം എടുക്കുമ്പോൾ ഞാൻ ക്ലിയർ ആക്കി തരാം. നൗ ഫോർ എ ഡബിൾ സ്ട്രാപ്പ് കണ്ടീഷൻ വരുന്ന സമയത്ത് എന്ത് വന്നു വെച്ചാൽ ഇവിടെ ഈ ഒരു കേസ് ഇതിപ്പോ നമ്മളിപ്പോ ലാബ് ജോയിന്റ് എടുത്തു. ലാബ് ജോയിന്റ് കേസിലും ഇത് ഒറ്റ പൊസിഷനിൽ മാത്രമേ ഇത് ഷിയർ ചെയ്തുള്ളൂ അല്ലെ. ഇത് സിംഗിൾ ഷിയർ കണ്ടീഷൻ കൂടിയാണ്. സിംഗിൾ ഷിയർ മെറ്റീരിയലില് ഒരു പോയിന്റിൽ മാത്രമേ ഷിയറിംഗ് സംഭവിക്കുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഈ പിന്നെ ഈ ഒരു കേസ് നോക്കിയാൽ നമ്മൾ ഇതിനെ there are 2 rivets, right? ബഡ് ജോയിന്റ് വരുന്ന 2 rivets വരും. പക്ഷെ we are considering only 1/2. Okay, now here when you are applying, കാരണം ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു പി ലോഡ്, ഇത് ഇപ്പുറത്തെ ഒരു സെപ്പറേറ്റ് പി ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. കാരണം ഈ പിന്നെ എന്താ പറയാ, ഇത് ഡിസ്ജോയിന്റ് പാർട്സ് ആണ്. റൈറ്റ്, ഡിസ്ജോയിന്റ് പാർട്സ് ആണ്. റൈറ്റ്, അപ്പൊ അതുകൊണ്ട് തന്നെ
രണ്ടും ഇവിടെ ഈ കൊടുക്കുന്ന ലോഡ് അപ് ടു ഇതുവരെയാണ്, ഇവിടെ കൊടുക്കുന്ന ലോഡ് അപ് ടു ഈ എൻഡ് വരെയാണ്. അപ്പോൾ ഇതിനെ രണ്ട് പിന്നെ രണ്ട് പോർഷൻ ആയിട്ടേ കാണുന്നുള്ളൂ. ആൻഡ് സിംഗിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അനാലിസിസ് ചെയ്യുക. കാരണം ആ ഒരു പർട്ടിക്കുലർ ലോഡിന്റെ എഫക്ട് വരുന്നത് ഈ ഒറ്റ റിവറ്റിന്റെ മുകളിൽ മാത്രമാണ്. അതേപോലെ ഇപ്പോഴത്തെ ലോഡിന്റെ എഫക്ട് വരുന്നത് ഈ ഒറ്റ റിവറ്റിന്റെ മുകളിൽ മാത്രമാണ്. അപ്പൊ നമ്മളൊരു സിംഗിൾ കണ്ടീഷൻ ആയിട്ടാണ് ഇത് അനലൈസ് ചെയ്യുക, അല്ലെ? അപ്പോ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ്സ് എ സിംഗിൾ ഷിയർ കണ്ടീഷൻ. സിംഗിൾ സ്റ്റാബ് ബഡ് ജോയിന്റെ കേസിൽ വരുമ്പോഴും ഇറ്റ്സ് എ സിംഗിൾ ഷിയർ കണ്ടീഷൻ. ഓക്കെ, സിംഗിൾ ഷിയർ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് സിംഗിൾ ഷിയർ എന്താണ്, ഓക്കെ, സിംഗിൾ ഷിയർ സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ ആണ്. സിംഗിൾ ഷിയർ സിംഗിൾ റിവറ്റഡ് അല്ലെ, ഇതും സിംഗിൾ ഷിയർ സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ ആണ്. റൈറ്റ്. നൗ തേർഡ് കേസ്, ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡബിൾ ബട്ട് സ്ട്രാപ്പ് അല്ലെങ്കിൽ ഡബിൾ കവർ സ്ട്രാപ്പ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദ മെറ്റീരിയൽ ഈസ് ഷിയറിംഗ് ഫ്രം 2 പോയിന്റ്സ് അല്ലെ. ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് ഇവിടുന്ന് ഷിയർ ആവുന്നു, അതേപോലെ ബോട്ടത്തിലും ഷിയർ ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 പീസായിട്ട് നമുക്ക് കിട്ടും അല്ലെ. 2 സ്ഥലങ്ങളിലാണ് ഷിയറിംഗ് സംഭവിക്കുക. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ കൊടുക്കുന്ന ലോഡ് കൊണ്ട്, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ഇപ്പം ഇവിടെ അപ്ലൈ ചെയ്യുന്ന അതേ ലോഡ് ഇപ്പുറത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫെയിൽ ആവണമെന്നില്ല. ഫെയിൽ ആവണമെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ഹയർ ലോഡ് അല്ലെ. കാരണം എന്താ, 2 സ്ഥലം കൂടെ ഷിയർ ആയി കിട്ടിയാൽ മാത്രമേ ഇത് 2 പീസായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. റൈറ്റ്. നോ സോ ഇൻ ദിസ് കേസ്, കാരണം ഇത് ഒന്നുകൂടെ സ്ട്രോങ് ആണ്. റൈറ്റ്. നോ ഇൻ ദിസ് കേസ് യുവർ what happens is your area of cross section of here, sorry, now in this case your ps is equal to is given by in general നമ്മൾ generalized equation n into tau into pi by 4 d square ആണ് അല്ലെ. n into tau into pi by 4 d square ആണ്. But when it comes to a double shear condition, this equation changes to ps is equal to 2 into n into tau into pi by 4 d square theoretically. Okay, ഇതാണ് തിയററ്റിക്കൽ ഇക്വേഷൻ. കാരണം ഇത് 2 പോയിന്റിൽ ഷിയർ ആവുന്നുണ്ട്, ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ്. Therefore for a double shear you will multiply it with 2. So this is actually the theoretical value, but actually experimentally found ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ it is equal to 1.875 times. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലോഡ് it is actually 2 times അല്ല. ആക്ച്വലി നോക്കുമ്പോൾ you have to apply 1.875 times into n into tau into pi by 4 d square. It's the actual equation. Okay, so this is the condition for a double shear. Okay, clear or no? Concept clear or no? അപ്പൊ സിംഗിൾ ഷിയറിന് ആ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുത്താൽ മതി. സിംഗിൾ ഷിയറിന്റെ കേസിൽ സെയിം ആണ്. സിംഗിൾ ഷിയറും ലാബ് ജോയിന്റിന്റെയും കണ്ടീഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. റൈറ്റ്, ഷിയറിംഗിന്റെ കേസിൽ. റൈറ്റ്. പക്ഷെ ബഡ് ജോയിന്റ് കേസിൽ സംഭവിക്കുന്നതായിരുന്നു വെച്ചാൽ 2 പോയിന്റ് ഷിയറിംഗ് സംഭവിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കൊടുക്കുന്ന ലോഡിനേക്കാളും കൂടുതൽ ലോഡ് അവിടെ കൊടുക്കണം. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ 2 ഷിയർ, ഒന്ന് ഷിയർ ചെയ്യാൻ വേണ്ട ലോഡ് 10 ന്യൂട്ടൺ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പോയിന്റ് ഷിയർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് 20 ന്യൂട്ടൺ വേണമെന്നുള്ള ലോജിക്കാണ് ഇവിടെ ചെയ്തത്. അത് തിയറിറ്റിക്കലി നമുക്ക് അങ്ങനെ പറയാം. ഒന്നിനെ കട്ട് ചെയ്യണമെങ്കിൽ അത് 10 വേണമെങ്കിൽ, 2 പോയിന്റിൽ കട്ട് ആവണമെങ്കിൽ എനിക്ക് 20 വേണമെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ വന്നത്. യുവർ പി എസ് ഇസ് ഈക്വൽ ടു 2 times n into tau into pi by 4 d square എന്ന് വരും. പക്ഷെ ആക്ച്വലി ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് അത്രയും വേണ്ട. യു റിക്വയർ ഓൺലി 1.875 times. Okay, so this is your actual equation for this one. So your shearing stress equation in general, you can say that, okay, ഇത് രണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ps is equal to n into pi by 4 d square into tau for a single shear condition. Okay, now n depends upon n specify ചെയ്യുന്നത് number of rivets ആണ് അല്ലെ. Now similarly your ps is equal to second part of equation is 1.875 times into n into pi by 4 d square into tau for double shear condition. ഇതാണ് രണ്ട് equations. Double shear condition. Right, clear അല്ലേ? നമ്മളെ ടൈം ആയോ? ടൈം ആയോ? 9:50 അല്ലേ? അടുത്തവർ ഞാൻ തന്നെയാണ്. നമുക്ക് ബാക്കി നോക്കാം. അറ്റൻഡൻസ് എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. നമുക്ക് അടുത്തവർ ബാക്കി കാണാം.